ഹലോ ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു ട്യൂട്ടോറിയലായിട്ട്. പക്ഷേ എൻ്റെ മൈക്ക് പണി പറ്റിച്ചു. ഇത്തവണയും മൈക്ക് കേടാണ്. പക്ഷേ പേടിക്കേണ്ട, ഞാൻ വോയിസ് ഓവർ ചെയ്യാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിപ്പർ പൗച്ച് തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. നമ്മളതിൽ സിപ്പ് അറ്റാച്ച് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. ഇനി പ്രത്യേകിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യമായിരുന്നു. ഞാൻ ആക്ച്വലി യൂട്യൂബിൽ വോയിസ് ഓവർ ചെയ്ത് വീഡിയോ ഇടാൻ തീരുമാനിച്ചത് തന്നെ മലയാളികളായ ഫോളോവേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം വഴിയാണല്ലോ ഞാൻ സെല്ല് ചെയ്യുന്നത്. അവിടെ എനിക്ക് കൂടുതലും നോൺ മലയാളീസാണ് ഉള്ളത്. അപ്പോൾ അവിടെ എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനായിട്ടുള്ള ത്വര കാരണമാണ് ഞാൻ യൂട്യൂബിൽ ആക്ച്വലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് എല്ലാവർക്കും ഈ ട്യൂട്ടോറിയൽ വേണം എന്നുള്ള പരാതി വന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള മറ്റ് നോൺ മലയാളി ഫോളോവേഴ്സ് എല്ലാം ഇപ്പം യൂട്യൂബിൽ വീഡിയോ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ഞാൻ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് സബ് ടൈറ്റിൽ വേണം എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഇരട്ടി പണിയായി. പക്ഷേ എന്നാലും ഫോളോവേഴ്സിൻ്റെ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും പതിയെ പതിയെ പുറകെ ഉള്ള വീഡിയോസിലെല്ലാം ഞാൻ സബ് ടൈറ്റിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ട് പറയാം, ഞാൻ ഹോൾ 9 യാർഡ്സ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഇതുപോലുള്ള കുട്ടി കുട്ടി ഐറ്റംസൊക്കെ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കയറി കാണാം, പിന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ സിപ്പർ പൗച്ച് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അവസാനത്തെ സ്റ്റെപ്പാണ് ലൈനിങ്ങിൻ്റെ ബാക്കി വശം സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോയിൽ ചെയ്ത ട്യൂട്ടോറിയലിലെ സിപ്പർ പൗച്ച് ഇതാണേ. സെയിം മെഷർമെൻറ്റിലുള്ളതാണ്. പക്ഷേ ഇതിൽ സിപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്ന രീതി നോക്കിയേ. ഇതിൻ്റെ എഡ്ജസ് കണ്ടോ? സിപ്പിൻ്റെ കോർണർ വന്നേക്കുന്ന സ്ഥലത്ത് ഒരു നീറ്റ് ലുക്കില്ലാത്ത പോലെ തോന്നില്ലേ? പക്ഷേ ഇത് നോക്കിയേ, ഇതിൻ്റെ എഡ്ജസ് വന്നേക്കുന്നതുണ്ടോ? ഇവിടെയാണ് ഞാൻ വ്യത്യാസം വരുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതലും ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ സിപ്പ് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.